വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 വെച്ച് നോക്കുമ്പോൾ 2024 ഓസ്ട്രേലിയൻ ഗവൺമെൻറ് സ്റ്റുഡൻറ് വിസയുടെ കാര്യത്തിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് ഷോ മണി. സ്റ്റുഡൻറ് വിസയെ സംബന്ധിച്ചിടത്തോളം ഷോ മണി എന്ന് പറയുന്നത് 3 എലമെൻറ്റ്സ് ചേർന്നതാണ്. അതിൽ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഒരു ഫിക്സഡ് ഡോളേഴ്സ്. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ട്രാവലിംഗ് കോസ്റ്റ് ആയിട്ടുള്ള $2,000. മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന കോഴ്സും നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിലെ ആദ്യത്തെ എലമെന്റിലാണ് ഗവൺമെന്റ് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വരെ ആ ഫിക്സഡ് എമൗണ്ട് $24,510 ആയിരുന്നു. എങ്കിൽ ഇപ്രാവശ്യം അത് $29,710 ആയി മാറി. നിയർലി 16,17,000 ഇന്ത്യൻ മണിയാണ് ഒരു സ്റ്റുഡൻറ്റ് ഓസ്ട്രേലിയയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ കാണിക്കേണ്ടി വരുന്ന ഷോ മണി എന്ന് പറയുന്നത്. പിന്നീട് വരുത്തിയേക്കുന്ന മാറ്റമാണ് ഇംഗ്ലീഷ് ടെസ്റ്റ് റിക്വയർമെൻറ്റ്സ്, IELTS അല്ലെങ്കിൽ PTE സ്കോർ. IELTSൽ നേരത്തെ 5.5 മാർക്ക് മതിയായിരുന്നു. എങ്കിൽ ഇപ്പോൾ മിനിമം 6 എങ്കിലും നിങ്ങൾ നേടേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. പിന്നീട് വന്നൊരു മാറ്റമാണ് ഏജിൻ്റെ കാര്യത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം വരെ, അതായത് 2023 വരെ ഓസ്ട്രേലിയയിൽ 45 കഴിഞ്ഞവർക്കും സ്റ്റുഡൻറ് വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാമായിരുന്നു. എങ്കിൽ ഇപ്പോൾ സിറ്റുവേഷൻ അങ്ങനെയല്ല. 35 ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ബാരിയർ ഗവൺമെൻറ് വച്ചിരിക്കുകയാണ്. എബോവ് 35 ഉള്ള ആൾക്കാർ ഇനി ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസയ്ക്ക് ക്വാളിഫൈഡ് അല്ല. വ്യത്യാസങ്ങൾ വരുത്താത്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, സ്റ്റുഡൻറ് വിസയുടെ കാലാവധി മാറ്റിയിട്ടില്ല. നിങ്ങൾ ബാച്ചിലേഴ്സ് കോഴ്സിന് വേണ്ടിയാണ് ഓസ്ട്രേലിയയിൽ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം വരെ നിൽക്കാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ മാസ്റ്റേഴ്സോ റിസർച്ചോ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം വരെ നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ സാധിക്കും. പാർട്ട് ടൈം ജോലിയുടെ കാര്യം, സ്റ്റുഡൻറ് വിസയിലാണ് നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതെങ്കിൽ ഒരു ഫോർട്ട്നൈറ്റിൽ 48 hours ആണ് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നത്. അതായത് 2 ആഴ്ച അഥവാ 14 ദിവസം കൂടുമ്പോൾ 48 മണിക്കൂർ നിങ്ങൾക്ക് ജോലി ചെയ്ത് നിങ്ങളുടെ അവിടുത്തെ ലിവിംഗ് കോസ്റ്റ് മീറ്റ് ചെയ്യാൻ സാധിക്കും. ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസയ്ക്ക് വേണ്ടി നോക്കുന്ന കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായും DESMA ഇന്റർനാഷണലിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.